അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ദൈവശാസ്ത്രം കേവലം അക്കാദമിക് കടമകൾ നിറവേറ്റുവാനുള്ള ഒന്നല്ലെന്നും അത് സുവിശേഷ പ്രഘോഷണത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ലിയോ 14 മാർപ്പാപ്പ. ഫാക്ലിയ, കലാംബ്രിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷിതമായ തീരങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുവാൻ ദൈവശാസ്ത്രജ്ഞർ തയ്യാറാകണം. ദൈവശാസ്ത്രം ഏതാനും വിദഗ്ധർക്ക് മാത്രമുള്ളതല്ലെന്നും അതെല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. കൂടാതെ മേഖലയിലെ തൊഴിലില്ലായ്മ, കുടിയേറ്റം, അനീതി തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാൻ സഭയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യപൂർവ്വ ഏഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആയുധങ്ങളെക്കാൾ ഉപരിയായി നയതന്ത്ര ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് യൂജിൻ ന്യൂജൻ വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. യുദ്ധം വിതയ്ക്കുന്ന നാശനഷ്ടങ്ങളും സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ദുരിതങ്ങളും അങ്ങേയറ്റം വേദനാജനകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശാശ്വതമായ സമാധാനം കൈവരിക്കുവാൻ സൈനിക നടപടികൾക്ക് സാധിക്കില്ലെന്നും പകരം ഉത്തരവാദിത്തപ്പെട്ട ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താനാകുകയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബൊളീവിയയിലെ എൽ ആൾട്ടോയിൽ ഹെർക്കുലിസ് C-130 വിമാനം തകർന്നുണ്ടായ ദാരുണമായ അപകടത്തിൽ മരിച്ചവർക്കായി അപകട സ്ഥലത്ത് പ്രത്യേക ദിവ്യബലിയും പ്രാർത്ഥനയും നടത്തി. എൽ ആൾട്ടോ രൂപതയുടെ ബിഷപ്പ് മോൺസിഞ്ഞോർ ജിയോവാനി അരാനയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ശുശ്രൂഷകൾ നടന്നത്. അപകടത്തിൽ മരിച്ച 22 പേരുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കവേ ഈ ദുരന്തം സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കുവാൻ കാരണമാകരുതെന്നും മറിച്ച് പരസ്പരമുള്ള ഐക്യദാർഢ്യത്തിനും സ്നേഹത്തിനും വഴിമാറണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. പെറുവിലെ ലിമ നഗരത്തിലെ റിമാക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ സാൻ ലാസറോ ദേവാലയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു. 400-ലധികം വർഷം പഴക്കമുള്ള ഈ ദേവാലയം ലിമയിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്നാണ്. ദേവാലയത്തിന്റെ പ്രധാന കപ്പേളയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഭാഗ്യവശാൽ അപകട സമയത്ത് പള്ളിക്കുള്ളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. കെട്ടിടത്തിന്റെ പഴക്കവും കൃത്യമായ അറ്റകുറ്റപ്പണികളുടെ കുറവുമാണ് അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങളായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടം കാലപ്പഴക്കത്താൽ ബലക്ഷയത്തിലായിരുന്നു. ചിലിയുടെ സ്വർഗീയ മധ്യസ്ഥയായ കാർമൽ മാതാവിന്റെ പുനരുദ്ധരിച്ച തിരുസ്വരൂപം ലാ തിരാനയിലെ പ്രശസ്തമായ ദേവാലയത്തിൽ വീണ്ടും പ്രതിഷ്ഠിച്ചു. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ചിലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ലാ തിരാനയിലെ പുണ്യസങ്കേതത്തിലേക്ക് ഒഴുകിയെത്തിയത്. കാലപ്പഴക്കം മൂലവും പാരിസ്ഥിതിക കാരണങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരുന്ന തിരുസ്വരൂപം വിദഗ്ധമായ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് പൊതുദർശനത്തിനായി തിരികെ എത്തിച്ചത്. മാസങ്ങൾ നീണ്ടുനിന്ന സൂക്ഷ്മമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇതിനായി നടത്തിയത്. പരമ്പരാഗത നൃത്തങ്ങളോടും സംഗീതത്തോടും കൂടിയാണ് വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ സ്വീകരിച്ചത്. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ലാ തിരാന സാക്ഷ്യം വഹിച്ചത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.